ഒരു നീണ്ട യാത്രയിലാണ് രവിശങ്കർ. എറണാകുളത്ത് സംഘടിപ്പിച്ച ബിസിനസ് മീറ്റിംഗും കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുകയാണ് അദ്ദേഹം. എറണാകുളത്തെ ട്രാഫിക് ബ്ലോക്കിൽ ഒച്ചിനെ പോലെ ഇഴഞ്ഞിഴഞ്ഞു നീങ്ങുമ്പോഴാണ് മൊബൈൽ ശബ്ദിച്ചത്. ഡിസ്പ്ലേയിൽ സുനന്ദ എന്ന് തെളിയുന്നുണ്ട്. ഭാര്യയാണ്. ആള് ഗർഭിണിയാണ്. രവിശങ്കർ ഉടനെ ഫോൺ എടുത്തു. മറുതലയ്ക്കൽ പ്രതീക്ഷിച്ച പോലെ സുനന്ദയായിരുന്നില്ല. മോനെ, അമ്മയാടാ. സുനന്ദയ്ക്ക് പെട്ടെന്ന് വേദന വന്നു. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലാണ്. പ്രസവം ഇന്ന് തന്നെ കാണും. മോൻ നേരെ ഇങ്ങോട്ട് വന്നോളൂ. ശരിയമ്മേ, ഞാൻ വെളുക്കും മുമ്പ് അങ്ങെത്തും. വേറൊന്നുമില്ലല്ലോ അമ്മേ? അവിടെ അത്യാവശ്യത്തിനെല്ലാരും ഉണ്ടല്ലോ അല്ലേ? പേടിക്കാനൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല മോനെ, ഇവിടെ ഒരു കുഴപ്പവുമില്ല. മോൻ സമാധാനായിട്ട് വന്നാൽ മതി. കോൾ കട്ടായി. സുനന്ദയുടെ അമ്മയാണ്. സുനന്ദയെ താൻ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. വർഷങ്ങളുടെ കാത്തിരിപ്പിന്റെ ഫലമായാണ് ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നത്. അയാൾ വണ്ടി വേഗത്തിൽ ഓടിക്കാൻ തുടങ്ങി. പക്ഷേ സ്ഥലം എറണാകുളമല്ലേ? മനസ്സിന്റെ വേഗത കൂടിയതല്ലാതെ വണ്ടിക്ക് വേഗത കൂടിയില്ല. ഇടയ്ക്ക് വെച്ച് ഒരിടത്ത് റോഡ് പണി നടക്കുന്നു. പൈപ്പ് പൊട്ടിയതാണത്രേ. കുറച്ചുനേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് അധികൃതർ പറഞ്ഞു. തനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിയേ മതിയാകൂ. അപ്പോഴാണ് അയാൾ കൂട്ടുകാരൻ പറയാറുള്ള ആ ഷോർട്ട് കട്ടായ കാട്ടുപാതയെക്കുറിച്ച് ഓർത്തത്. പിന്നൊന്നും ആലോചിച്ചില്ല. എങ്ങനെയെങ്കിലും തന്റെ സുനന്ദയുടെ അടുത്തെത്തണമെന്ന ചിന്തയിൽ അയാൾ ബ്ലോക്കിലൂടെ കുറെ പണിപ്പെട്ട് കാർ വളച്ചെടുത്ത് ഷോർട്ട് കട്ട് കയറാൻ തുടങ്ങി. അപ്പോൾ മെയിൻ റോഡിൽ നിന്നും ഒരു വാഹനത്തിലിരുന്ന ഡ്രൈവർ വിളിച്ചു പറഞ്ഞു, സാർ, അതുവഴി പോകാതെ സാർ. രാത്രി അതുവഴി പോകുന്നത് അപകടമാണ്. രവി അത് കാര്യമാക്കാതെ വണ്ടി മുന്നോട്ടെടുത്തു. ഇരുട്ടിന് കനം കൂടിക്കൂടി വന്നു. ചുറ്റും കൂരിരുൾ മാത്രം. ഈ രാത്രിയുടെ അന്ത്യാമങ്ങളെന്ന് പറയുന്നത് ഇതിനെ ആയിരിക്കുമോ? അയാൾ ഓർത്തു. തന്റെ ചുറ്റിലും അയാൾ ഒന്ന് കണ്ണോടിച്ചു. ഇല്ല, ആരുമില്ല. നിശബ്ദത മാത്രം. ഇടയ്ക്കിടയ്ക്ക് മൂങ്ങകളുടെ മൂളലും പട്ടിയുടെയോ കുറുക്കന്റെയോ മറ്റോ ഓരിയിടലും കേൾക്കുന്നുണ്ട്. അയാളുടെ ഉടലാകെ വിറയ്ക്കാൻ തുടങ്ങി. കാറിനുള്ളിലെ AC-യുടെ കുളിരിലും വിയർപ്പ് കണങ്ങൾ അയാളെ ഒന്നടങ്കം പൊതിയുന്നതായി തോന്നി. അയാൾ ഡോർ തുറന്ന് പുറത്തിറങ്ങി. ശ്വാസമൊന്ന് വലിച്ചു വിട്ടു. പേടികൊണ്ടാണോ എന്തോ ഒരു മൂത്രശങ്ക. ആരുമില്ലാത്ത സ്ഥലമല്ലേ? ഇത്തിരി ധൈര്യത്തിനായി ഒന്ന് പിടിപ്പിക്കാം. അയാൾ വീണ്ടും കാറിൽ കയറി. മദ്യത്തിന്റെ രൂക്ഷഗന്ധം കാറിനകത്ത് നിറഞ്ഞു. ഗ്ലാസ് കാലിയാക്കിയിട്ട് അയാൾ ഒരു സിഗരറ്റ് എടുത്ത് പുറത്തിറങ്ങി ഡോർ അടച്ചു. എന്തോ ഒന്ന് തന്റെ നേരെ പറന്നു വരുന്നത് കണ്ട് അയാൾ കുതറി മാറി. വിറയലോടെ അതിനെ അയാൾ നോക്കി. ചോരയൊലിപ്പിച്ച് കിടക്കുന്നൊരു കടവവ്വാൽ. അയാളുടെ ഹൃദയം ക്രമാതീതമായി ഇടിക്കാൻ തുടങ്ങി. അയാൾ വേഗം ലൈറ്റർ എടുത്ത് സിഗരറ്റ് കത്തിച്ചു. പുകയും എടുത്തുകൊണ്ട് മങ്ങിയ വെളിച്ചത്തിൽ അയാൾ മൂത്രശങ്ക തീർക്കാൻ പോയി. പെട്ടെന്ന് ഒരു വലിയ കാറ്റടിച്ചു. ആ കാറ്റിൽ അവിടമാകെ ഒരു ഗന്ധം പരന്നു. ചൂട് ചോരയുടെ ഗന്ധം. അതോടെ അയാൾ പേടികൊണ്ട് പരവശനായി. അയാൾ അവിടമാകെ ഒന്ന് വീക്ഷിച്ചു. ഇനി ഈ കടവവ്വാലിന്റെ ചോരയുടെ ഗന്ധമായിരിക്കുമോ? അയാൾ ചുറ്റും നോക്കി. താൻ നിൽക്കുന്നത് കൊക്കയ്ക്ക് സമാനമായ ഒരിടത്താണ്. താൻ നിൽക്കുന്ന ചെമ്മൺ പാതയ്ക്ക് 10-15 അടി താഴെ ഒരു പുഴ ഒഴുകുന്നതായി അയാൾക്ക് തോന്നി. തോന്നലല്ല, ശ്രദ്ധിച്ചു കേട്ടാൽ പുഴയുടെ ഓളങ്ങൾ തമ്മിൽ തല്ലുന്ന ശബ്ദം കേൾക്കാം. ഇങ്ങോട്ട് വന്നപ്പോൾ ധൃതിയിലൊന്നും ശ്രദ്ധിച്ചില്ല. അയാൾ വീണ്ടും കാറിനടുത്തേക്ക് നടന്നു. ഒരു കുഴപ്പവുമില്ലാതെ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ് പെട്ടെന്ന് ആരോ പിടിച്ച് നിർത്തും പോലെ നിന്നത്. സഹായത്തിന് ആരെയെങ്കിലും വിളിക്കാമെന്ന് വെച്ചാൽ മൊബൈലിൽ റേഞ്ചുമില്ല. അയാൾ വീണ്ടും ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അപ്പോഴാണ് കുറച്ചകലെ ഒരു പ്രകാശം അയാൾ കണ്ടത്. ഹോ, രക്ഷപ്പെട്ടു. അങ്ങോട്ട് പോയി നോക്കാം. അയാൾ വേഗം മൊബൈലിൽ ലൈറ്റും തെളിച്ച് അങ്ങോട്ടേക്ക് നടന്നു. ഇവിടെ നിന്നും കാണുന്ന പോലെയല്ല. നടന്നിട്ടും നടന്നിട്ടും എത്തുന്നില്ലല്ലോ. അയാൾ വീണ്ടും നടത്തത്തിന്റെ വേഗത കൂട്ടി. ഒടുവിൽ അയാൾ ലക്ഷ്യസ്ഥാനത്തെത്തി. പുറമേ നിന്നും നോക്കിയാൽ ഭീകരത തോന്നിക്കുന്ന ഇടിഞ്ഞു വീഴാറായ ഒരു പഴയ കോട്ടയായിരുന്നു അത്. ഇത് കണ്ടിട്ട് ആൾതാമസമുള്ളതായി തോന്നുന്നില്ലല്ലോ. ചുറ്റും കാടുപിടിച്ച് മാറാലയൊക്കെ മൂടിക്കിടക്കുന്നൊരു കെട്ടിടം. പക്ഷേ പുറത്തൊരു റാന്തൽ കത്തിച്ചു തൂക്കിയിട്ടുണ്ട്. ചിലപ്പോൾ അകത്താരെങ്കിലും കാണും.
അയാൾ അവിടെ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു. "ആരുമില്ലേ ഇവിടെ? ആരേലും ഉണ്ടോ?" തിരിച്ച് മറുപടിയൊന്നും ലഭിക്കാതായപ്പോൾ രവിശങ്കർ മെല്ലെ വാതിലിൽ മുട്ടി നോക്കി. അത്ഭുതം! തന്റെ കൈ വാതിലിൽ മുട്ടിയതും ആരോ വലിച്ച് തുറക്കും പോലെ വാതിൽ മലർക്കെ തുറന്നു. ഒന്ന് ഞെട്ടിയെങ്കിലും അയാൾ അകത്തേക്ക് കയറി. അകത്ത് ഭയങ്കര ഇരുട്ടായിരുന്നു. പുറത്ത് കത്തിച്ചു വെച്ചേക്കുന്ന റാന്തലെടുക്കാനായി തിരിഞ്ഞതും വാതിൽ തനിയെ അടഞ്ഞതും ഒന്നിച്ചായിരുന്നു. ഷോ, ഒന്നും കാണാനൊക്കുന്നില്ല. അയാൾ വേഗം മൊബൈലിൽ ടോർച്ച് കത്തിച്ചു. പെട്ടെന്ന് ആരോ തന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ട രവി പേടിച്ച് ഒരലർച്ചയോടെ പിന്നോക്കം മറിഞ്ഞു. എന്തിലോ തട്ടി നിന്നത് കാരണം നിലത്ത് വീണില്ല. അയാൾ ആ രൂപം കണ്ടിടത്തേക്ക് വെട്ടമടിച്ചു. അവിടം ശൂന്യമായിരുന്നു. ഇനി തനിക്ക് തോന്നിയതായിരിക്കുമോ? അയാൾ ചിന്താക്കുഴപ്പത്തിലായി. മൊബൈൽ വെട്ടത്തിൽ രവി മുറി മുഴുവനും കണ്ണോടിച്ചു. അപ്പോഴാണ് ഒരു മൂലയിൽ മെഴുകുതിരി ഇരിക്കുന്നത് അയാളുടെ കണ്ണിൽപ്പെട്ടത്. അയാൾ വേഗം മെഴുകുതിരിയെടുത്ത് തന്റെ കൈവശമുള്ള ലൈറ്റർ കൊണ്ട് കത്തിച്ചു. അവിടമാകെ പ്രകാശം പരന്നു. അവിടം മനോഹരമായൊരു വലിയ ഹാളായിരുന്നു. കണ്ടാൽ ആരോ ഇപ്പോൾ അടിച്ചു തുടച്ചിട്ടതുപോലുണ്ട്. അതിന്റെ ഒരു മൂലയിൽ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം മനോഹരമായി ഒരുക്കി വെച്ചിരിക്കുന്നു. നല്ല വിശപ്പ്. രവി വേഗം മേശപ്പുറത്തിരുന്ന പഴവർഗ്ഗങ്ങൾ ആർത്തിയോടെ ഭക്ഷിച്ചു. എങ്കിലും അയാളുടെ ഉള്ളിന്റെ ഉള്ളിൽ പേടി കൂടിക്കൂടി വന്നു. കണ്ണുകളെ മയക്കം വന്ന് തഴുകുന്നുണ്ട്. അയാൾ അടുത്തു കണ്ട മുറിയിൽ കയറി. മനോഹരമായ മുറി. ശരിക്കും പറഞ്ഞാൽ ഒരു രാജകൊട്ടാരത്തിലെ അന്തഃപുരം പോലെ. അയാൾ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ആ പട്ടുമെത്തയിൽ കയറി കിടന്നു. പെട്ടെന്ന് തന്നെ ഉറങ്ങി. ഉറക്കത്തിലെന്തോ തന്റെ ശരീരത്തിലൂടെ ഇഴയുന്നതായി അയാൾക്ക് തോന്നി. മഞ്ഞുകട്ട പോലെ തണുത്ത എന്തോ ഒന്ന്. അയാൾ വേഗം കണ്ണു തുറന്നു. കണ്ണു തുറന്നതും അയാൾ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. തന്റെ പുറത്തൂടെ കിടന്ന് തന്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു ഭീകര രൂപം. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന വികൃതമായ രൂപം. അത് തന്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കുന്നുണ്ട്. അയാൾക്ക് ഒന്നലറി വിളിക്കണമെന്നും ആ രൂപത്തെ തന്റെ ശരീരത്തിൽ നിന്നും തട്ടിക്കളയണമെന്നുമുണ്ട്. പക്ഷേ അനങ്ങാൻ പോയിട്ട് തനിക്കൊന്ന് ശ്വാസമെടുക്കാൻ പോലും സാധിക്കുന്നില്ല. ആ രൂപം തന്നിലേക്ക് കൂടുതൽ അടുക്കുന്നതായി രവിക്ക് തോന്നി. അതിന്റെ കണ്ണുകളിൽ കൃഷ്ണമണികൾക്ക് പകരം അഗ്നിഗോളങ്ങളായിരുന്നു. അതിന്റെ അറ്റം കൂർപ്പിച്ച വെളുത്ത പല്ലുകളിലും നീണ്ട നാവിലും രക്തക്കറ ഉണങ്ങിയിരിപ്പുണ്ട്. കണ്ടത് സത്യമാണോ എന്നറിയാൻ അയാൾ ഒന്നുകൂടി തന്റെ കണ്ണുകൾ തിരുമ്മി തുറന്നു നോക്കി. മുറിയിൽ മെഴുകുതിരി വെട്ടവും അതിലൂടെ ചുവരിൽ പ്രതിഫലിക്കുന്ന തന്റെ നിഴലും മാത്രം. പെട്ടെന്ന് ചുവരിൽ അയാൾ സ്വന്തം നിഴൽ കണ്ട് ഒന്ന് ഞെട്ടി. ഹോ, താൻ സ്വപ്നം കണ്ടതായിരുന്നോ? അയാൾക്ക് ഒന്നും ഉൾക്കൊള്ളാനായില്ല. പിന്നെ വേഗം അയാൾ കുരിശു വരച്ചു കിടന്നു. പേടിയുള്ള സമയത്ത് ഏത് ദൈവത്തെ കൂട്ടുപിടിച്ചാലും ഒരൈതവുമില്ല. അയാൾ മെല്ലെ രാമനാമം ജപിച്ചു. ഉറക്കം വന്നില്ലെങ്കിലും കണ്ണുകൾ മുറുകെ അടച്ചുകിടന്നു. പിന്നെ എപ്പോഴോ അയാൾ ഉറങ്ങിപ്പോയി. മുഖത്ത് വെട്ടമടിച്ചപ്പോഴാണ് അയാൾ കണ്ണു തുറന്നത്. രവി കണ്ണു തുറന്ന് ചുറ്റും നോക്കി. ദൈവമേ, ഞാനിന്നലെ ഇവിടെയാണോ കിടന്നുറങ്ങിയത്? പകൽ വെട്ടത്തിൽ കണ്ടിട്ട് പോലും ഭയാനകമായിരുന്നു ആ കോട്ട. അയാൾ എഴുന്നേറ്റ് മുറിക്ക് പുറത്തു വന്നു. ഹാളിലെ വാഷ് ഏരിയയിൽ പോയി വായും മുഖവും കഴുകി ഫ്രഷായി വന്നു. അയാൾ വേഗം തന്റെ മൊബൈൽ എടുത്ത് നോക്കി. ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. ചാർജ് തീർന്നു. ഷോ, എൻ്റെ സുനു. അവളിപ്പോൾ എൻ്റെ കുഞ്ഞിന് ജന്മം നൽകി കാണും. കുഞ്ഞാണാണോ പെണ്ണാണോ, സുഖപ്രസവമാണോ, അമ്മയും കുഞ്ഞും എങ്ങനെയിരിക്കുന്നു എന്നൊന്നും അറിയാൻ ഒരു വഴിയുമില്ലല്ലോ. അയാൾ ഫോൺ ചാർജ് ചെയ്യാൻ വല്ല വഴിയുമുണ്ടോ എന്നറിയാനായി അവിടം ആകെ അലഞ്ഞു. ഡൈനിങ് റൂമിലെത്തിയപ്പോൾ ആരോ തനിക്ക് വേണ്ടി ഒരുക്കിയതുപോലെ തന്റെ ഇഷ്ടവിഭവങ്ങൾ നല്ല ചൂടോടുകൂടി ടേബിളിൽ ഇരിക്കുന്നു. അയാൾ ചുറ്റിനും നോക്കി. എന്നിട്ട് ഉറക്കെ വിളിച്ചു, "ആരെങ്കിലും ഉണ്ടോ ഇവിടെ?" അതിന് മറുപടിയായി അയാളുടെ ചോദ്യം തന്നെ അവിടമാകെ മാറ്റൊലി കൊണ്ടു. അയാൾ വേഗം ആർത്തിയോടെ ഫുഡ് കഴിച്ചു. എന്നിട്ട് പോകാനായി ഇറങ്ങി. ഇത്രയും വലിയ കോട്ടയിൽ നിന്നും പുറത്തു കടക്കാനുള്ള വഴി എങ്ങനെ കണ്ടുപിടിക്കും? ഇന്നലെ രാത്രി താൻ എങ്ങനെ, ഏതുവഴി അകത്ത് കയറി? ഒരു പിടിയും കിട്ടുന്നില്ല. ഹാളിൽ നിന്നും തുറക്കുന്ന എല്ലാ വാതിലുകളും ഓരോ മുറിയിലേക്കാണ് തുറക്കുന്നത്. ഇനി എങ്ങനെ താൻ പുറത്തു കടക്കും? അയാൾ പേടിയോടെ ഉച്ചത്തിൽ അലറി. മറുപടിയൊന്നും കിട്ടാതായപ്പോൾ അയാൾ അലറിക്കരഞ്ഞു. അപ്പോൾ എവിടെ നിന്നോ വാതിൽ തുറക്കുന്ന
കാതടുപ്പിക്കുന്ന ശബ്ദം അയാൾ കേട്ടു. വർഷങ്ങളായി തുറക്കാതെ കിടക്കുന്ന കതക് തുറന്ന പോലെ. അയാൾ ആകാംക്ഷയോടെ ആ ശബ്ദം കേട്ടിടത്തേക്ക് ഓടി. ഓടിക്കിതച്ചെത്തിയ രവിശങ്കർ കണ്ടത് തനിക്ക് ആശ്വാസമേകുന്ന ഒരു കാഴ്ചയായിരുന്നു. വൃദ്ധനായ ഒരു മനുഷ്യൻ കോട്ടയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് വരുന്നു. അയാളെ കണ്ടതും രവിശങ്കർ ഓടി അടുത്തേക്ക് ചെന്നു. എന്നാൽ രവിശങ്കറെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ആഗതൻ ചെറുചിരിയോടുകൂടി ചോദിച്ചു, "ആഹാ, യജമാനൻ എഴുന്നേറ്റോ? അകത്ത് ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു." രവിശങ്കർ ഒന്നും മനസ്സിലാകാതെ നിന്നു. എന്നിട്ട് ചോദിച്ചു, "യജമാനനോ? നിങ്ങൾ ആരാണ്? എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്?" ആ വൃദ്ധൻ ഉറക്കെ ചിരിച്ചു. ആ ചിരിയിൽ അവിടമാകെ പ്രകമ്പനം കൊള്ളുന്നതായി തോന്നി. "നോക്കൂ യജമാനൻ, നിങ്ങളെ ഇവിടെ എത്തിച്ചത് എന്റെ പ്രഭുവാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശമില്ലാതെ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല." "നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? പ്രഭുവോ? ഏതു പ്രഭു?" "എന്നെ ആരും ഇവിടെ എത്തിച്ചതല്ല. ഇന്നലെ രാത്രി എന്റെ കാർ കേടായി. അങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെട്ടത്." "അല്ല, എന്റെ പ്രഭു. അദ്ദേഹമാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത്. അല്ലാതെ എങ്ങനെ നിങ്ങളുടെ ഒരു കുഴപ്പവുമില്ലാതിരുന്ന കാർ കേടായി?" അയാൾ രവിയെ നോക്കി ചിരിച്ചു. രവി ഒന്ന് ഞെട്ടി. തന്റെ കാർ കേടായത് ഇയാൾ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ അവിടെങ്ങും ആരും ഉണ്ടായിരുന്നില്ലല്ലോ. "യജമാനൻ, കൂടുതൽ ചിന്തിച്ച് ബുദ്ധിമുട്ടേണ്ട. ഇന്നത്തേക്ക് 7-ാം നാൾ അമാവാസി. അത് കഴിഞ്ഞേ നിങ്ങൾക്ക് ഇവിടെ നിന്നും പോകാൻ കഴിയൂ. അപ്പോഴേ എന്റെ പ്രഭുവിന്റെ ഉദ്യമം സാധ്യമാകൂ." ഇതും പറഞ്ഞ് വൃദ്ധൻ അകത്തേക്ക് പോയി. അയാളോട് ഇനിയും എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു രവിക്ക്. പക്ഷേ കഴിഞ്ഞില്ല. അപ്പോഴാണ് രവി ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആ വൃദ്ധൻ കോട്ടവാതിൽ അടയ്ക്കാൻ മറന്നുപോയിരുന്നു. പിന്നെ രവിശങ്കർ ഒന്നും ആലോചിക്കാൻ നിന്നില്ല. വേഗം ആ വാതിൽ വഴി അയാൾ പുറത്തേക്കോടി. രവിശങ്കർ തന്റെ കാറു ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരുന്നു. പക്ഷേ നിരാശയായിരുന്നു ഫലം. എത്ര ഓടിയിട്ടും അയാൾക്ക് ആ കാട്ടുപാതയോ തന്റെ കാറോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചുറ്റും കൊടുങ്കാട് മാത്രം. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ അയാൾ കണ്ട വഴിയിലൂടെയൊക്കെ ഓടി. ഓടിത്തളർന്ന രവി കിതച്ചുകൊണ്ട് ഒരു വലിയ മരത്തിന്റെ ചുവട്ടിലിരുന്നു. ദൈവമേ, ഇതെന്തൊരു പരീക്ഷണം! ആരാണീ പ്രഭു? താൻ വല്ലാത്തൊരു കിണിയിലാണല്ലോ ദൈവമേ അകപ്പെട്ടിരിക്കുന്നത്. അയാൾ ആരോടെന്നില്ലാതെ പറഞ്ഞു. പെട്ടെന്ന് ഒരു തണുത്ത കൈ അയാളുടെ തോളിൽ പതിഞ്ഞു. രവി ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ആ കാഴ്ച കണ്ട അയാൾ പതറി. പിന്നിൽ ആ വൃദ്ധനായിരുന്നു. "യജമാനൻ ഇവിടെ വന്നിരിക്കുവാണോ?" അയാൾ ചോദിച്ചു. "നിങ്ങൾ ആരാണ്? എന്നെ ഒന്ന് പോകാൻ അനുവദിക്കൂ." രവി കരച്ചിലിന്റെ വക്കോളമെത്തി. "നിങ്ങൾ എന്താ കരുതിയത്? ഇവിടുന്ന് വേഗം രക്ഷപ്പെട്ടു പോകാമെന്നോ? ഞാൻ വാതിലടയ്ക്കാൻ മറന്നതാണെന്ന് കരുതിയല്ലേ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇവിടെ എത്തിപ്പെട്ട ആരും ഇതുവരെ ജീവനോടെ ഇവിടുന്ന് പോയിട്ടില്ല." അയാൾ പൊട്ടിച്ചിരിച്ചു. രവിശങ്കർ ആകെ തളർന്നിരുന്നു. അയാളുടെ തൊണ്ട വരണ്ടുണങ്ങി. രവി ദയനീയമായി ആ വൃദ്ധനെ നോക്കി. അപ്പോൾ അയാൾ പറഞ്ഞു, "പക്ഷേ നിങ്ങൾ എൻ്റെ പ്രഭുവിൻ്റെ അതിഥിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. എൻ്റെ പ്രഭുവിന് നിങ്ങളെക്കൊണ്ട് ആവശ്യമുണ്ട്." ഇത് കേട്ടതും രവിക്ക് തലകറങ്ങുന്നതായി തോന്നി. കാഴ്ച മങ്ങി മങ്ങി വന്നു. എത്ര സമയം അങ്ങനെ കിടന്നുവെന്നറിയില്ല. രവി മെല്ലെ കണ്ണുകൾ തുറന്ന് ചുറ്റിനും നോക്കി. "ഞാനിതെവിടെയാണ്?" അയാൾ മെല്ലെ എഴുന്നേറ്റു. ദൈവമേ, താൻ വീണ്ടും കോട്ടയ്ക്കകത്തെ ആ മുറിയിലാണല്ലോ കിടക്കുന്നത്. താനെങ്ങനെ ഇവിടെ എത്തി? ആ വൃദ്ധൻ എവിടെ പോയി? അയാളാകുമോ എന്നെ വീണ്ടും ഇവിടെ എത്തിച്ചത്? അയാളുടെ മനസ്സിലൂടെ നൂറുനൂറ് ചോദ്യങ്ങൾ കടന്നുപോയി. രവിശങ്കർ മുറിവിട്ടിറങ്ങി. അവിടെയെല്ലാം അയാൾ ആ വൃദ്ധനെയും തിരക്കി നടന്നു. പക്ഷേ അയാളെ അവിടെ എങ്ങും കണ്ടില്ല. പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത്. രവി ഞെട്ടലോടെ നോക്കി. പഴയ ഒരു ലാൻഡ് ഫോൺ. അത് റിങ് ചെയ്യുന്നു. അയാൾ വേഗം കോൾ എടുത്തു. മറുതലയ്ക്കിൽ നിന്നും ഒരു പുരുഷ സ്വരം കേട്ടു. അത് പരുക്കനായ ഒരാളുടേതാണെന്ന് രവിക്ക് മനസ്സിലായി. "ഇന്ന് രാത്രി പ്രഭു വരുന്നു. കാത്തിരിക്കുക." ഇത്രയും പറഞ്ഞ ശേഷം കോൾ കട്ടായി. രവിക്ക് ഉടലാകെ ഒരു വിറയൽ അനുഭവപ്പെട്ടു. ഉടനെ അയാൾ എന്തോ ഓർമ്മ വന്നതുപോലെ സുനന്ദയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. പക്ഷേ നിരാശയായിരുന്നു ഫലം. ആ ഫോൺ ഉപയോഗശൂന്യമായിരുന്നു. പക്ഷേ എങ്ങനെ ഇതിലിപ്പോൾ കോൾ വന്നു? അയാൾ അതും ഓർത്തു നിന്നു. പിന്നെ വിളിച്ചയാൾ പറഞ്ഞത് ഓർത്തു. "ഇന്ന് രാത്രി പ്രഭു വരുന്നു."
കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഭക്ഷണമൊക്കെ ടേബിളിൽ റെഡിയായിരുന്നു. ഒക്കെ ആ വൃദ്ധൻ ചെയ്തതാണെന്ന് രവിക്ക് മനസ്സിലായി. നല്ല വിശപ്പുണ്ടെങ്കിലും ഒന്നും കഴിക്കാൻ അയാൾക്ക് തോന്നിയില്ല. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. അതിനനുസരിച്ച് രവിയുടെ ഭയവും കൂടിക്കൂടി വന്നു. സമയം 11 ഒന്നും കഴിക്കാത്തതിനാലും ഭയവും ക്ഷീണവും കാരണം രവി ഹാളിലിരുന്ന് അറിയാതെ ഉറങ്ങിപ്പോയി. കുറെ കഴിഞ്ഞപ്പോൾ ക്ലോക്കിന്റെ ശബ്ദം കേട്ടാണ് അയാൾ കണ്ണു തുറന്നത്. ക്ലോക്കിലെ പെൻഡുലം നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുന്നു. രവിയുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. പ്രഭു വന്നു കാണുമോ? അയാൾ പേടിയോടെ ചുറ്റും നോക്കി. അപ്പോഴാണ് കരകര ശബ്ദത്തോടെ കോട്ടയുടെ ഭീമാകാരമായ വാതിൽ മെല്ലെ തുറന്നത്. രവി ഉടനെ ഓടി അടുത്തു കണ്ട തൂണിന്റെ പിന്നിൽ ഒളിച്ചു. എന്നിട്ട് വാതിലിനു നേരെ ഒളിഞ്ഞു നോക്കി. വാതിൽ തുറന്നതും ആദ്യം കുറെ കടവവ്വാലുകൾ ചിറകടിച്ചുകൊണ്ട് അകത്തേക്ക് പറന്നു വന്നു. അവയെല്ലാം അവിടെ കണ്ട തൂണുകളിൽ 2 വരികളിലായി നിശബ്ദരായിരുന്നു. രവിയുടെ ഹൃദയം പടപട ഇടിക്കാൻ തുടങ്ങി. അപ്പോഴതാ തന്റെ ഉയരവും അതിനൊത്ത വണ്ണവുമുള്ള 2 ചെന്നായ്ക്കൾ ചെറിയ മുരൾച്ചയോടെ അകത്തേക്ക് വന്നു. അവയുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അവറ്റകൾക്ക് വന്യഭാവമായിരുന്നു. അവ അനുസരണയോടെ അകത്തേക്ക് വന്നു. എന്നിട്ട് അവിടെ കിടന്ന സിംഹാസനം പോലെയുള്ള ഇരിപ്പിടത്തിന്റെ ഇരുവശങ്ങളിലുമായി ഇരുന്നു. പിന്നെ കടന്നുവന്ന രൂപം കണ്ട് രവി ഞെട്ടിവിറച്ചു. ആ രൂപം, അത് താൻ തന്നെയല്ലേ? ശരിക്കും തന്നെപ്പോലെ തന്നെയുണ്ട്. ആകപ്പാടെ വ്യത്യാസമുള്ളത് അയാളുടെ കണ്ണുകളിൽ ജ്വലിക്കുന്ന അഗ്നിയും വായിൽ നീണ്ടുകൂർത്ത പല്ലുകളും ചോര പുരണ്ട ചുണ്ടുകളും മുഖത്തുള്ള വന്യഭാവവുമായിരുന്നു. അയാൾ മെല്ലെ അകത്തേക്ക് വന്നു. അയാൾക്ക് തന്നേക്കാൾ കൂടുതൽ ഉയരമുണ്ടായിരുന്നു. പിന്നെ ബലിഷ്ഠമായ കരങ്ങളും ശരീരവും. അയാളുടെ മുഖം രക്തശോഭയില്ലാതെ വിളറി വെളുത്തിരുന്നു. ആകെ കൂടി കണ്ടാൽ പേടിയാകും. ഇയാളാണോ പ്രഭു? അയാളുടെ വേഷവിധാനങ്ങൾ കണ്ടപ്പോൾ രവിക്ക് മുൻപെങ്ങോ വായിച്ച ഡ്രാക്കൂള കഥയിലെ ഡ്രാക്കൂളയെ ഓർമ്മ വന്നു. കറുത്ത നിറമുള്ള മിനുസമുള്ള ഉടുപ്പും അതിനോടൊപ്പം തറയിലൂടെ ഇഴഞ്ഞുകിടക്കുന്ന കറുത്ത കോട്ടും പൊങ്ങി നിൽക്കുന്ന കോളറും കൂടി അയാളുടെ നീണ്ടു കൂർപ്പിച്ച ചെവികൾക്കും മൂക്കിനും എന്തോ ഒരു പ്രത്യേകത നൽകുന്നുണ്ടായിരുന്നു. പ്രഭോ, വിശ്രമിച്ചാലും എന്നുള്ള ശബ്ദം കേട്ടാണ് രവി ചിന്തയിൽ നിന്നും ഉണർന്നത്. അയാൾക്ക് അയാളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അതിലൊരു ചെന്നായ പൊടുന്നനെ താൻ നേരത്തെ കണ്ട വൃദ്ധനായി മാറി. അയാളാണ് അത് പറഞ്ഞത്. രവിക്ക് ശ്വാസം നിലയ്ക്കും പോലെ തോന്നി. ഉടനെ തന്നെ അയാളെ ഞെട്ടിച്ചുകൊണ്ട് മറ്റേ ചെന്നായയും കടവവ്വാലുകളും ഓരോരോ മനുഷ്യരൂപങ്ങളായി. അതിൽ പുരുഷന്മാരും അല്പവസ്ത്രധാരികളായ സ്ത്രീകളും ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുതരം ഉന്മാദാവസ്ഥയിലായിരുന്നു. പ്രഭു അവിടെ കിടന്ന സിംഹാസനത്തിലിരുന്നു. എന്നിട്ട് വൃദ്ധനെ ഒന്ന് നോക്കി. അതിന്റെ പൊരുൾ മനസ്സിലായെന്ന പോലെ വൃദ്ധൻ അകത്തേക്ക് പോയി. എന്നിട്ട് വലിയൊരു ഭരണിയും താങ്ങിപ്പിടിച്ച് പുറത്തേക്ക് വന്നു. ഉടനെ തന്നെ ബാക്കിയുള്ളവരെല്ലാം ആർത്തിയോടെ ഒരു പ്രത്യേകതരം ശബ്ദത്തോടെ ഓടിവന്നു. അവറ്റകൾ ഭയങ്കരമായി ബഹളം വച്ചു. ഉടനെ തന്നെ മറ്റേ ചെന്നായ ആയിരുന്നയാൾ എല്ലാവരോടും നിശബ്ദരാകാൻ ആംഗ്യം കാട്ടി. പക്ഷേ ആരും ഒന്നും കേട്ടില്ല. അപ്പോൾ അവൻ ദേഷ്യത്തിൽ എന്തോ ഒരു ശബ്ദമുണ്ടാക്കി. എല്ലാവരും പേടിച്ച് പിന്നോട്ട് മാറി. അപ്പോൾ അക്കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി മുന്നോട്ട് വന്നു. വശ്യത കലർന്ന ചിരിയോടുകൂടി ആ അർദ്ധനഗ്നയായ പെൺകുട്ടി ഒരു പാത്രത്തിൽ ആ ഭരണിയിൽ നിന്നും എന്തോ ഒഴിച്ചുകൊണ്ടുവന്നു പ്രഭുവിന് കൊടുത്തു. പ്രഭു അത് ആസ്വദിച്ചു കുടിച്ചു. രവിശങ്കർ ശ്വാസമടക്കി എല്ലാം നോക്കി നിന്നു. കുടിച്ചു കഴിഞ്ഞ് പ്രഭു കൈകൊണ്ട് മറ്റുള്ളവരോട് എന്തോ ആംഗ്യം കാണിച്ചതും എല്ലാരും കൂടി ചക്കപ്പഴത്തിൽ കുരുട്ടീച്ച പൊതിയുന്നത് പോലെ ഭരണിയെ പൊതിഞ്ഞു. അവരുടെ ഉന്തിലും തള്ളിലും ആ ഭരണി ഉടഞ്ഞു. അതിൽ നിന്നും കൊഴുകൊഴുത്ത കടും ചുവപ്പ് നിറത്തിലുള്ള എന്തോ ദ്രാവകം നിലത്തേക്കൊഴുകി. അവർ നിലത്തു നിന്നും അത് ആർത്തിയോടെ നാക്കു വെളിയിലേക്ക് നീട്ടി നക്കി കുടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് തന്റെ കാലിൽ ചൂടുള്ള എന്തോ ഒന്ന് പൊതിയുന്നതായി രവിക്ക് തോന്നിയത്. അയാൾ മെല്ലെ കുനിഞ്ഞു നോക്കി. അയാൾ മെല്ലെ അത് കൈകൊണ്ട് തൊട്ടിട്ട് മണത്തു നോക്കി. ചോര, ചുടുചോര. അയാൾ പേടിച്ചു വിറച്ചു. അപ്പോഴാണ് തന്റെ മുന്നിൽ എന്തോ ഒന്ന് നിൽക്കുന്നതായി രവിക്ക് തോന്നിയത്. അയാൾ ഇരുന്ന ഇരിപ്പിൽ തന്നെ തല ഉയർത്തി നോക്കി. അർദ്ധനഗ്നയായ ഒരു യുവതി. അവൾ കാമാവേശത്തോടെ തന്നെ നോക്കുന്നു.
എന്നിട്ടവൾ ഒരലർച്ചയോടെ രവിയുടെ മേലേക്ക് ചാടി വീണു. ശബ്ദം കേട്ട് മറ്റുള്ളവരും അവിടേക്ക് കുതിച്ചെത്തി. എല്ലാവരും രവിയുടെ മേലേക്ക് ചാടി വീണു. രവി ഒന്ന് നിലവിളിക്കാൻ പോലുമാകാതെ കണ്ണുകൾ മുറുക്കി അടച്ചു കിടന്നു. അപ്പോഴാണ് എന്തോ അലർച്ച കേട്ടതും തന്റെ ദേഹത്തു നിന്നും എല്ലാവരും പിടഞ്ഞെഴുന്നേറ്റതും. പിന്നെ ഒരു നിശബ്ദതയായിരുന്നു. രവി മെല്ലെ കണ്ണു തുറന്നു നോക്കി. ഇല്ല, ആരുമില്ല. അവൻ മെല്ലെ എഴുന്നേറ്റു. നിലത്തുണ്ടായിരുന്ന ചോരപ്പാടും കാണാനില്ല. അയാൾ ചുറ്റും നോക്കി. അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. സിംഹാസനത്തിലിരുന്ന് തന്നെ നോക്കുന്ന പ്രഭു. രവിക്ക് താൻ വീണ്ടും തലകറങ്ങി വീഴുമോ എന്ന സംശയമായി. അയാൾ പ്രഭുവിനെ തന്നെ നോക്കി നിന്നു. പ്രഭു വളരെ ശാന്തഭാവത്തിൽ ഇരിക്കുകയാണ്. തന്റെ പേടി കണ്ടിട്ടാകണം പ്രഭു ചെറുതായൊന്ന് ചിരിച്ചു. ഈ പ്രേതങ്ങൾക്കും മനുഷ്യരെ പോലെ ചിരിക്കാൻ കഴിയുമോ? കഴിയും. ഞങ്ങൾക്ക് കഴിയാത്തതായി യാതൊന്നുമില്ല. പ്രഭുവിന്റെ വാക്കുകൾ കേട്ട് ഞാൻ ഞെട്ടി. ദൈവമേ, മനസ്സിൽ ചിന്തിക്കുന്നത് പോലും ഇവറ്റകൾക്ക് അറിയാൻ കഴിയും. രവിശങ്കർ എവിടെ നിന്നോ കൈവന്ന ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് എനിക്കെന്റെ വീട്ടിൽ പോണം. എന്റെ ഭാര്യ, എന്റെ കുഞ്ഞ്, അമ്മ എല്ലാവരും എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാകും. ദയവായി എന്നെ വെറുതെ വിടൂ. എന്റെ കുഞ്ഞിന്റെ മുഖം പോലും ഞാനൊന്ന് കണ്ടിട്ടില്ല. എന്നെ വിടൂ. പ്രഭു പൊട്ടിച്ചിരിച്ചു. നോക്ക്, അവരാരും നിന്നെ ഓർത്തു വിഷമിക്കുന്നില്ല. നിനക്കതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഞാൻ നിർവികാരനായി നിന്നു. ഉടനെ പ്രഭു എന്റെ നേരെ അദ്ദേഹത്തിന്റെ കൈ നീട്ടി. ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് പേടിയോടെ നോക്കി. പേടിക്കേണ്ട. നിനക്ക് നിന്റെ ഭാര്യയും കുഞ്ഞിനെയും കാണണ്ടേ? ഇതാ, എന്റെ കയ്യിൽ സ്പർശിക്കൂ. ഞാൻ യാന്ത്രികമായി അദ്ദേഹത്തിന്റെ കരം പിടിച്ചു. പെട്ടെന്ന് ഒരു തിരശീലയിൽ എന്ന പോലെ എന്റെ വീട് എനിക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു. ഞാൻ ഉത്കണ്ഠയോടെ നോക്കി. വീടിന്റെ പൂമുഖപ്പടിയിൽ സുനന്ദയിരിക്കുന്നു. അവളുടെ കയ്യിൽ എന്റെ പൊന്നോമനയുമുണ്ട്. ശരിക്കും സുനുവിനെ പോലെ തന്നെയുണ്ട്. സുനു കുഞ്ഞിനെ കൊഞ്ചിക്കുന്നുണ്ട്. അമ്മയുടെ മോളെ, പൊന്നൂസേ, ദേ നോക്കിക്കേ, ഇതാരാന്ന് നോക്കിക്കേ. ആ, പെൺകുഞ്ഞാണ്. സുനു മോളെ എന്നാണല്ലോ വിളിച്ചത്. ഞങ്ങൾ രണ്ടുപേർക്കും പെൺകുട്ടികളോട് ഇത്തിരി അടുപ്പ കൂടുതലുണ്ട്. വീണ്ടും സുനു, നോക്കൂ മോളെ, ഇതാരായി ഇരിക്കണേ എന്നും പറഞ്ഞ് കുഞ്ഞിനാരെയോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവൾ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയ ഞാൻ ശരിക്കും ഞെട്ടി. അത് മറ്റാരുമല്ല, ഞാൻ തന്നെ. ഞാൻ എന്റെ കാറ് കഴുകിക്കൊണ്ട് മുറ്റത്ത് നിൽപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മോളെ കൊഞ്ചിക്കുന്നുണ്ട്. അവൾ പല്ലില്ലാത്ത മോണ കാട്ടി ചിരിക്കുന്നു. പെട്ടെന്ന് പ്രഭു കൈ പിൻവലിച്ചു. രവി കണ്ടുകൊണ്ടിരുന്ന ദൃശ്യം അദൃശ്യമായി. എനിക്ക് മോളെ കണ്ട് കൊതി പോലും തീർന്നില്ല. ഞാൻ നിറകണ്ണുകളോടെ പ്രഭുവിനെ നോക്കി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട. ഇനി കുറച്ചു ദിവസം മാത്രം. അത് കഴിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണ സ്വതന്ത്രനാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? രവി ചോദിച്ചു. വരട്ടെ, സമയമാകുമ്പോൾ പറയാം. ഇപ്പോൾ എനിക്ക് പോകാൻ സമയമായി. എനിക്ക് കുറച്ച് ജോലി കൂടി തീർക്കാനുണ്ട്. സൂര്യോദയത്തിന് മുമ്പ് ഞങ്ങൾക്ക് പോണം. നാളെയും ഞാൻ വരും. ഇതും പറഞ്ഞ് പ്രഭു എന്തോ ശബ്ദമുണ്ടാക്കി. അപ്പോൾ പോകാൻ തയ്യാറായി. ആ രണ്ടു ചെന്നായും കടവവ്വാലുകളും വന്നു. പൊടുന്നനെ പ്രഭുവിന്റെ രൂപം മാറി. ഒരു വികൃതമായ രൂപം. രവിയുടെ കൺമുന്നിൽ അവർ വായുവിൽ അലിഞ്ഞു ചേർന്നു. ഈ രൂപമാണല്ലോ താൻ അന്ന് ഉറങ്ങിക്കിടന്നപ്പോൾ കണ്ടത്. അപ്പോൾ അത് സ്വപ്നമായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ കുറച്ച് പേടിയൊക്കെ മാറിയിട്ടുണ്ട്. തനിക്കും നല്ല ഉറക്കം വരുന്നുണ്ട്. രവി മുറിയിലേക്ക് പോയി കിടക്കയിൽ കയറി കിടന്നു. ഉടനെ തന്നെ ഉറങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. പ്രഭു എന്നും വരും പോകും. ഇപ്പോൾ തനിക്ക് ഭയമൊന്നുമില്ല. ഇപ്പോൾ വീട്ടുകാരെക്കുറിച്ച് പേടിയൊന്നുമില്ല. അവരൊക്കെ സന്തോഷത്തിലാണല്ലോ. കുഞ്ഞിനെ കാണാൻ പറ്റാത്തതിലുള്ള ഒരു ചെറിയ വിഷമം. അപ്പോഴാണ് രവി ഓർത്തത്, നാളെയാണല്ലോ അമാവാസി. ഇപ്പോൾ പോയ പേടിയൊക്കെ തിരികെ വന്ന പോലെ. അന്ന് രാത്രി പതിവ് പോലെ പ്രഭു വന്നു. എന്നിട്ട് രവിയോട് പറഞ്ഞു, നീ എന്നോട് ചോദിച്ചിരുന്നില്ലേ എന്താണ് നീ ചെയ്യേണ്ടതെന്ന്? അതിനുള്ള ഉത്തരം ഞാൻ നൽകാൻ പോവുകയാണ്. എൻ്റെ കൂടെ വരൂ. നമുക്ക് അധികം സമയമില്ല. ഒരു നാഴിക, ഒരേ ഒരു നാഴിക. അതിനുള്ളിൽ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. അതൊരു ആജ്ഞയായിരുന്നു. രവി ക്ലോക്കിൽ നോക്കി. സമയം 12 മണി. അയാൾ ഒന്നും മിണ്ടാതെ പ്രഭുവിന്റെ പുറകെ നടന്നു. ഇരുട്ടിലൂടെ ഓരോരോ വാതിലുകളും തുറന്ന്
അവർ ഒരു നിലവറയുടെ മുന്നിൽ കുറച്ചകലെയായി നിന്നു. അതിന്റെ വാതിൽ കണ്ടപ്പോൾ ഉരുക്കുകൊണ്ട് നിർമ്മിച്ചതാണെന്ന് രവിക്ക് തോന്നി. അതിൽ ധാരാളം ചിത്രപ്പണികളുണ്ടായിരുന്നു. പക്ഷെ ഒന്നും വ്യക്തമല്ല. മുഴുവനും പൊടിയും മാറാലയും മൂടിയിരിക്കുന്നു. ഞാൻ പ്രഭുവിനെ നോക്കി. അയാൾ തിളങ്ങുന്ന കണ്ണുകളോടെ ആ വാതിലിന് നേർക്ക് നോക്കുകയാണ്. ഉം വേഗം വേഗം പോയി ആ വാതിൽ തുറക്ക്, പ്രഭു ഒരുതരം ആർത്തിയോടുകൂടി രവിയോട് പറഞ്ഞു. അപ്പോ പ്രഭു? രവി പ്രഭുവിനെ നോക്കി. പ്രഭുവിന്റെ മുഖത്ത് നേരിയൊരു ഭയം നിഴലിച്ചു. അതിന്റെ അർത്ഥം അറിയാനായി രവി പ്രഭു നോക്കി നിന്ന ദിശയിലേക്ക് നോക്കി. ആ വാതിലിൽ പണ്ടെങ്ങോ ഏതോ മന്ത്രവാദി ജപിച്ചു കെട്ടിയെന്ന് തോന്നുന്ന തരത്തിലുള്ള കുറേ മന്ത്ര ഏലസുകളും ചരടുകളുമായിരുന്നു അതിൽ നിറയെ. ഒക്കെ പഴകിയിരുന്നു. ഞാൻ പ്രഭുവിനെ നോക്കി. പോകൂ, പോയി ആ ചരടൊക്കെ അഴിക്കൂ, രവി പ്രഭുവിനെ നോക്കി. എന്നിട്ട് ചോദിച്ചു. പിന്നെ? ആദ്യം ചരടഴിച്ച് നീ അകത്ത് കടക്കുക. എന്നിട്ട് അവിടെ ഒരു വലിയ പേടകമുണ്ട്. അതിൽ നിന്നും ഇതുപോലുള്ള ചരടുകളും ഏലസുകളും എടുത്തു മാറ്റുക. ആ പേടകം തുറന്നിട്ട് അതിലൊരു വലിയ ഇരുമ്പാണി തറച്ചിരിക്കുന്നത് ഇളക്കിക്കളയുക. അതോടെ എനിക്കെന്റെ പഴയ ശക്തികളൊക്കെ കൈവരും. ഞാൻ ഈ ലോകത്തിന്റെ അധിപനാകും. ഞാൻ ഈ ലോകത്തിന്റെ അധിപൻ. ആ പൊട്ടിച്ചിരിയിൽ അവിടമാകെ പ്രകമ്പനം കൊണ്ടു. പ്രഭുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ പേടി തോന്നുന്നു. അത്രയ്ക്കും ഭയാനകമായിരുന്നു ആ മുഖം. രവി മടിച്ചു മടിച്ച് പ്രഭുവിനോട് ചോദിച്ചു. അത് കഴിഞ്ഞാൽ ഞാനോ? നീ നീ പിന്നെ സ്വതന്ത്രനല്ലേ എന്നേക്കുമായി. വേഗം തുറക്കൂ. പ്രഭു പറഞ്ഞതിൽ രവി രണ്ടർത്ഥം കണ്ടു. ഒന്ന്, തന്നെ എന്നേക്കുമായി വെറുതെ വിടുക. മറ്റൊന്ന്, തന്നെ എന്നേക്കുമായി ഇല്ലാതാക്കുക. അതോർത്തപ്പോൾ തന്നെ രവിക്ക് ഉടലാകെ വിറയ്ക്കാൻ തുടങ്ങി. ഇനിയൊരു രക്ഷപ്പെടൽ അസാധ്യം. പോകൂ, പോയി വേഗം തുറക്കൂ. നിനക്ക് മാത്രമേ അത് സാധിക്കൂ. കാരണം ഞാൻ മരിച്ച അതേ സമയത്ത് എൻ്റെ അതേ നക്ഷത്രത്തിൽ ജനിച്ചവനാണ് നീ. അതും എൻ്റെ എല്ലാ പ്രത്യേകതയോടും കൂടി. നീ എൻ്റെ ജീവാംശമാണ്. നോക്ക്, ഇനി കുറച്ച് നാഴികകൾ കൂടിയേയുള്ളൂ. വർഷങ്ങളായി ഞാൻ കാത്തിരിക്കുന്ന ദിവസമാണിന്ന്. പോകൂ, പോയി വാതിൽ തുറക്കൂ. രവി മെല്ലെ വാതിലിന് നേർക്ക് നടന്നു. പെട്ടെന്ന് എവിടെ നിന്നോ കൊടുങ്കാറ്റടിച്ചു. അതിലയാൾ വേച്ച് പിന്നോക്കം പോയിക്കൊണ്ടിരുന്നു. പ്രഭു രവിയെ ദയനീയമായി നോക്കി. അതിൽ നിന്നും രവിക്കൊരു കാര്യം മനസ്സിലായി. ഈ പ്രതിസന്ധിയിൽ പ്രഭുവിന് തന്നെ സഹായിക്കാനുള്ള ശക്തിയില്ല. രവി വീണ്ടും വീണ്ടും പ്രയാസപ്പെട്ട് വാതിലിന് നേർക്ക് നടന്നു. നിരാശയായിരുന്നു ഫലം. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. പുറത്ത് ഇടിമുഴങ്ങുന്നു. ഇടയ്ക്കിടയ്ക്ക് കൊള്ളിയാൻ മിന്നി. ആ മിന്നലിൽ അവിടമാകെ ഭയാനകമായി രവിക്ക് തോന്നി. പുറത്ത് മഴ തകർത്ത് പെയ്യുന്നുണ്ട്. പോ, സമയമില്ല, വേഗം പോ, പ്രഭു അലറിക്കരഞ്ഞു. ഞാൻ തറയിലൂടെ വേഗം ഇഴഞ്ഞു നടന്നു. ഒടുവിൽ പ്രകൃതി തോറ്റു. രവി വിജയിച്ചു. വാതിലിന്റെ അടുത്തെത്തിയ രവി ആ ചരടിൽ ആഞ്ഞു വലിച്ചു. പഴകിയതായിരുന്നെങ്കിലും അതിന് നല്ല ബലമുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ അയാളത് പൊട്ടിച്ചെടുത്തു. വാതിൽ ഭയങ്കര ശബ്ദത്തോടെ മലക്കെ തുറന്നു. ആരോ പിടിച്ചു നിർത്തിയ പോലെ ഇടിയും മിന്നലും മഴയും നിന്നു. പ്രകൃതി നിശ്ചലമായി. എങ്ങും നിശബ്ദത തളം കെട്ടി നിന്നു. രവി പ്രഭുവിനെ നോക്കി. സന്തോഷത്തിന്റെ കൊടുമുടിയിലാണ് പ്രഭു. പോകൂ, വേഗം അകത്തേക്ക് കടക്കൂ. സമയം അതിക്രമിച്ചിരിക്കുന്നു. വേഗം പോകൂ, പ്രഭു ഉറക്കെ പറഞ്ഞു. വിറയ്ക്കുന്ന കാൽവയ്പോടെ അയാൾ വാതിലിൽ പറ്റിയിരുന്ന മാറാലകൾ കൈകൊണ്ട് കീറി അകത്തേക്ക് നടന്നു. വിശാലമായൊരു ഹാൾ പോലെ തോന്നിച്ചു അവിടം. അവിടെ മുഴുവനും പൊടിയും മാറാലയുമായിരുന്നു. ചുവരിൽ മുഴുവനും എന്തൊക്കെയോ തനിക്കറിയാത്ത ദൈവങ്ങളുടെയും മൂർത്തികളുടെയും ചിത്രങ്ങൾ. തറയിൽ നടുക്കായി ഒരു ഹോമകുണ്ഡം. അതിനു ചുറ്റും മഞ്ഞൾ പൊടിയും കുങ്കുമവും ചിതറിക്കിടക്കുന്നു. നിലത്തെ പൊടിയിലും അവയൊക്കെ വ്യക്തമായി കാണാം. അങ്ങിങ്ങായി ഉണങ്ങിക്കരിഞ്ഞ പൂക്കൾ. അതിന്റെ ഗന്ധത്തിൽ നിന്നും അതൊക്കെ ഉള്ളിപ്പൂക്കളാണെന്ന് മനസ്സിലായി. എവിടെ പ്രഭു പറഞ്ഞ ആ പേടകം? അയാൾ ചുറ്റിനും നോക്കി. അപ്പോഴാണ് കുറച്ചു മുന്നിലായി പ്രത്യേകം തയ്യാറാക്കിയ ഒരു തിട്ടയിൽ എന്തോ ഒന്ന് ചുവന്ന പട്ടുതുണിയിട്ട് മൂടി വെച്ചേക്കുന്നത് അയാൾ കണ്ടത്. രവി അങ്ങോട്ട് നടന്നു. അയാൾ മെല്ലെ പട്ടുതുണി മാറ്റി. അതിലുണ്ടായിരുന്ന പൊടി അവിടമാകെ നിറഞ്ഞു. അതിന് ഭസ്മത്തിന്റെ മണമായിരുന്നു. രവി ആ പേടകത്തിലേക്ക് നോക്കി. മനോഹരമായ പേടകമായിരുന്നു അത്. അതിന്റെ പുറത്ത് നിറയെ അലങ്കാര പണികളായിരുന്നു.
രവി സൂക്ഷിച്ചു നോക്കി. അതിലെന്തൊക്കെയോ മന്ത്രങ്ങളാണ് കുറിച്ചേക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. ഒന്ന് വേഗമാകട്ടെ എന്നുള്ള വലിയൊരു അലർച്ച കേട്ട് രവി ഞെട്ടിത്തിരിഞ്ഞു നോക്കി. പ്രഭു താൻ മുമ്പ് കണ്ടിരുന്ന ആ ഭീകര രൂപത്തിൽ തന്നെ വാതിക്കൽ തന്നെയും നോക്കി നിൽപ്പുണ്ട്. പ്രഭുവിന്റെ ആ രൂപം കണ്ട രവി ശരിക്കും പേടിച്ചു വിറച്ചു. അത് തന്നെ ഇപ്പോൾ ആക്രമിക്കുമെന്ന് രവി ഭയന്നു. നോക്കി നിൽക്കാതെ പെട്ടി തുറക്കൂ. ഒരാൾക്ക് പകരം 100 പേര് സംസാരിക്കും പോലെ തോന്നി രവിക്ക്. രവി വേഗം പേടകത്തിന്റെ മുകളിലുണ്ടായിരുന്ന ചരടുകളൊക്കെ അഴിച്ചുമാറ്റി. ഒരു മുൻകരുതൽ എന്നവണ്ണം രവി അതൊക്കെ തന്റെ പോക്കറ്റിലിട്ടു. വാതിക്കൽ പ്രഭു ഏതോ ഭീകരജീവിയെപ്പോലെ 4 കാലിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. അതിന്റെ വായിൽ നിന്നും എന്തോ ഒരു ദ്രവം പുറത്തേക്ക് ഒലിക്കുന്നുണ്ട്. അത് പേടകം തുറന്ന് താൻ ആ ഇരുമ്പാണി ഇളക്കുന്നതും കാത്തിരിക്കുകയാണ്. രവി മെല്ലെ ആ പേടകം തുറക്കാൻ ശ്രമിച്ചു. പറ്റുന്നില്ല. പറഞ്ഞ സമയം കഴിയാൻ ഇനി വെറും 1 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. രവി തന്റെ സർവ്വശക്തിയുമെടുത്ത് അതിന്റെ മൂടി വലിച്ചുയർത്തി. രവിശങ്കർ വിറയ്ക്കുന്ന കൈകളോടെ പേടകം തുറന്നു. അതിനുള്ളിലേക്ക് നോക്കി. പേടകത്തിന്റെ ഉള്ളിൽ കണ്ട കാഴ്ച രവിയെ ഞെട്ടിച്ചു കളഞ്ഞു. അതിന്റെ ഉള്ളിൽ ഒരാൾ കിടന്നുറങ്ങുന്നു. ഇരുട്ടായതിനാൽ ഒന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ തന്നെ തനിക്ക് കാണാനെന്ന പോലെ എവിടെ നിന്നോ ഒരു കൊള്ളിയാൻ മിന്നി. അതിലയാൾ ഉള്ളിലുള്ള രൂപം ശരിക്കു കണ്ടു. അത് പ്രഭുവിന്റെ രൂപമായിരുന്നു. അല്ല, തന്റെ തന്നെ രൂപം. താൻ ഉറങ്ങിക്കിടക്കുന്നത് പോലെ തന്നെയുണ്ട്. രവി ആ രൂപത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. അത് വെറും ഒരു ശവമാണെന്ന് രവിക്ക് മനസ്സിലായി. അതിന്റെ നെഞ്ചിൽ ഹൃദയഭാഗത്ത് ഒരു വലിയ ആണി അടിച്ചു വെച്ചിട്ടുണ്ട്. അത് പകുതി ഇളകിയ നിലയിലായിരുന്നു. രവിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇത് പകുതി ഇളകിയിരിക്കുന്നത് കൊണ്ടാകാം പ്രഭു ഇപ്പോൾ ഇങ്ങനെ പുറത്തു വിഹരിക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനും അകത്തേക്ക് കയറിയാലോ? രവിക്ക് അന്നേരം എവിടെ നിന്നോ ഒരു ശക്തിയും ധൈര്യവും കൈവന്നു. അയാൾ ചുറ്റും നോക്കി. അപ്പോഴാണ് മിന്നൽ പിണർ തനിക്ക് വേണ്ടി ഒന്നുകൂടി മിന്നിയത്. അതിൽ അയാൾ കണ്ടു, ഒരു മൂലയിൽ ഒരു വലിയ കരിങ്കല്ല് കിടക്കുന്നു. രവി പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അയാൾ ഓടിച്ചെന്ന് ആ കരിങ്കല്ലെടുത്തുയർത്തി. ആ സമയത്ത് അതിന്റെ ഭാരമൊന്നും അയാൾക്ക് ഒന്നുമല്ലായിരുന്നു. ഈ സമയത്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ മരണമായിരിക്കും ഫലം. എന്തും വരട്ടെ, പോരാടാം. എന്നിട്ടും മരണമാണ് ഫലമെങ്കിൽ ഏറ്റുവാങ്ങുക തന്നെ. രവി വേഗം മുന്നോട്ട് കുതിച്ചു. ഇതു കണ്ട പ്രഭു അപകടം മണത്തറിഞ്ഞെന്ന പോലെ അലറിക്കരഞ്ഞു. അരുത്, ചെയ്യരുത്. രവി അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് കുതിച്ചു. രവി വേഗം ആ കല്ല് പ്രഭുവിന്റെ നെഞ്ചിൽ തറച്ചിരുന്ന ആ വലിയ ആണിയുടെ മുകളിലേക്ക് എറിഞ്ഞു. ഒരു വലിയ അലർച്ചയോടെ വാതിക്കൽ നിന്ന പ്രഭുവിന്റെ ഭീകരരൂപം പെട്ടിക്കുള്ളിലെ ശരീരത്തിന് മുകളിൽ വീണു. രണ്ടും ഒന്നായി മാറി. ആ ശരീരം പെട്ടിക്കുള്ളിൽ കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. പിടഞ്ഞുകൊണ്ടിരുന്ന ആ ശരീരം മെല്ലെ മെല്ലെ എല്ലിൻ കഷ്ണങ്ങളാകാൻ തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ ആ ശരീരം കിടന്നിടം വെറും ഒരു അസ്ഥികൂടം മാത്രമായി. പെട്ടെന്ന് ക്ലോക്കിലെ പെൻഡുലം വളരെ ഉച്ചത്തിൽ ശബ്ദിച്ചു. പറഞ്ഞ നാഴിക തികഞ്ഞിരിക്കുന്നു. പെട്ടിക്കുള്ളിൽ കിടന്ന എല്ലും കൂടം പതിയെ പതിയെ ഒരു പിടി ചാരമായി. രവി വേഗം പേടകം പഴയപടി അടച്ചുവെച്ചു. എന്നിട്ട് ആ ഏലസ് അതിന്റെ മുകളിലേക്കിട്ടു. പേടകം ചുവന്ന പട്ടുതുണി കൊണ്ട് മൂടി. തിരികെ പുറത്തിറങ്ങി വാതിലുമടച്ചു. ചരടുകളും നൂലുമിട്ട് ബന്ധിച്ചു. എന്നിട്ടയാൾ തളർന്ന് നിലത്തിരുന്നു. അപ്പോഴാണ് എന്തോ ഉച്ചത്തിലുള്ള ശബ്ദം രവി കേട്ടത്. രവിശങ്കർ ചാടി പിടഞ്ഞെഴുന്നേറ്റു. ആ കോട്ട തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ വേഗം പുറത്തേക്കോടി. വാതിലുകളെല്ലാം തന്നെ തുറന്നു കിടക്കുന്നു. രാത്രിയിലും പകൽ പോലെ വെളിച്ചം അവിടെ മാകെ പരന്നു. വെളിച്ചം വീഴുന്ന വഴിയെ അയാൾ ഓടി. ഓടിയോടി ഒടുവിൽ അയാൾ കോട്ടയ്ക്ക് പുറത്തെത്തി. അപ്പോഴേക്കും കോട്ടയുടെ ഒരു ഭാഗം ഏതാണ്ട് നശിച്ചു കഴിഞ്ഞിരുന്നു. അയാൾ തിരിഞ്ഞു നോക്കാതെ ഓടി. ഓടി തളർന്ന രവിശങ്കർ ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ തളർന്നിരുന്നു. നടന്നതൊന്നും അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങ് ദൂരെ ആ കോട്ട ഭൂമി കുലുക്കിക്കൊണ്ട് തകർന്നു വീണു. രവിക്കത് അവിടെയിരുന്നും വ്യക്തമായി കാണാം. പതിയെ പതിയെ ആ കോട്ടയുടെ ഇടിഞ്ഞു പൊളിഞ്ഞ അവശേഷിപ്പുകളും മണ്ണിനടിയിൽ മറഞ്ഞു. ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു കോട്ട ഉള്ളതായി പോലും തോന്നില്ല. രവിശങ്കർ തളർച്ചയോടെ തന്റെ കണ്ണുകൾ പതിയെ അടച്ചു. പ്രഭു, അങ്ങനെ ഒരു അധ്യായം അവിടെ അവസാനിച്ചു. രവിശങ്കർ മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീണു.
എത്ര നേരം അങ്ങനെ കിടന്നുവെന്നറിയില്ല. ഒരു തണുത്ത കൈവന്ന് തന്റെ കവിളിൽ തലോടിയതും രവി ഒരു ഞെട്ടലോടെ കണ്ണു തുറന്നു. എന്തൊരു ഉറക്കവാ രവിയേട്ടാ. ഓഫീസിൽ പോണില്ലേ? ഇന്നെന്തോ അത്യാവശ്യം മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങുവാണോ? എഴുന്നേൽക്കൂ. എണീറ്റ് ഈ ചായ ഒന്ന് കുടിക്ക്. സുനന്ദയാണ്. ഇതും പറഞ്ഞ് ചിരിച്ചിട്ട് അവൾ പോയി. രവി ആശ്ചര്യത്തോടെ ചുറ്റും നോക്കി. അയാൾ തന്റെ വീട്ടിൽ തന്റെ കട്ടിലിലാണ് കിടക്കുന്നത്. രവി കഴിഞ്ഞ സംഭവങ്ങൾ ഓർക്കാൻ ശ്രമിച്ചു. ഇല്ല, ഒന്നും ഓർമ്മയില്ല. താൻ കാര്യമായ എന്തോ സ്വപ്നം കണ്ടിരിക്കാം, അയാൾ ഊഹിച്ചു. രവി മെല്ലെ എഴുന്നേറ്റ് ചായ കുടിച്ചു. എന്നിട്ട് പുറത്തേക്ക് വന്നു. സുനു മോളെ കുളിപ്പിക്കുകയാണ്. അയാൾ ഓടി അവരുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് കുഞ്ഞിനെ വാങ്ങി അതിന്റെ നെറ്റിയിൽ തുരുതുരെ മുത്തം വെച്ചു. സുനു ആശ്ചര്യത്തോടെ രവിയോട് ചോദിച്ചു, ഇതെന്താ രവിയേട്ടാ, മോളെ ആദ്യമായിട്ട് കാണുന്ന പോലെ? രവി ചെറുചിരിയോടുകൂടി സുനുവിനെ തന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി അവളുടെ നെറുകയിലും അമർത്തിയൊരു ചുംബനം നൽകി. അപ്പോ ഒന്നും മനസ്സിലാകാത്ത ഞങ്ങളുടെ മോള് എന്തോ മനസ്സിലായ പോലെ കുലുങ്ങിച്ചിരിച്ചു. കൂടെ ഞാനും.